ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളിന്ന് വെളുപ്പിനെ തന്നെ ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. വേറെ എങ്ങോട്ടുമല്ല, ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിലേക്കാണ്. അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് ഷുഗർ ഉള്ള ഒരാളാണ്. അപ്പോൾ അമ്മയ്ക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാൻ വന്നതാണ്. പിന്നെ ഞാനിവിടെ കയറി അങ്ങിരുന്നു. അത്യാവശ്യം എല്ലാ മാസം തന്നെ ഞങ്ങൾ രണ്ടുപേരുടെ വന്ന് ഷുഗറൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനെ ധൈര്യത്തോടെ ഇരിക്കെങ്കിലും എനിക്ക് സൂചി പേടിയാണ് ഗൈസ്. സത്യം പറഞ്ഞാൽ ഒരു സി സെക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണെങ്കിലും എന്തോ എനിക്ക് സൂചി കാണുമ്പോൾ പേടിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ ഗൈസ്? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ബ്ലഡൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ബി പി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. വീട്ടിൽ ഉറങ്ങി കിടന്ന ജോസൂട്ടനായിരുന്നു. കണ്ണു തുറന്നപ്പോൾ വേറെ ഏതോ സ്ഥലം. അതിന്റെ അതിശയത്തിൽ നിൽക്കുകയാണ് ആള്. അങ്ങനെ ബ്ലഡൊക്കെ കൊടുത്ത് വീട്ടിൽ വന്നപ്പോഴത്തേനും നമ്മുടെ പച്ചക്കറിയൊക്കെ കുറെ ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ നട്ട ചെടിക്കകത്തുനിന്ന് കുറച്ച് പച്ചമുളകൊക്കെ കിട്ടിയിട്ടുണ്ട്. ജോമജൻ അതെല്ലാം പറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പച്ചക്കറി എല്ലാം തന്നെ വളർന്നിട്ടുണ്ട്. എല്ലാം പന്തലൊക്കെ ഇടാറായിട്ടുണ്ട്. അത് എവിടെ വേണമെന്നൊക്കെ ഞങ്ങൾ ഭയങ്കര കൂലങ്കഷമായിട്ട് ആലോചിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ക്രിസ്മസിന് ട്രീയിൽ ബൾബ് ഇട്ട് നിൽക്കുന്ന പോലെ നമ്മുടെ കാന്താരിമുളകെല്ലാം ചുമന്ന് നിൽക്കുന്നത് കണ്ടത്. നല്ല ഭംഗിയായിരുന്നു ആ ഒരു കാഴ്ച കാണാൻ. അതിന്റെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞു കുറച്ച് കരിയാപ്പില പറിച്ചുകൊണ്ട് വരാൻ. അങ്ങനെ അമ്മയ്ക്ക് കരിയാപ്പിലയും കൊണ്ടു കൊടുത്തു. അപ്പോൾ തന്നെ അമ്മ എനിക്ക് ഏത്തയ്ക്ക പുഴുങ്ങിയത് ഉപ്പുമാവും കടലക്കറിയും എല്ലാം കൂടെ അങ്ങ് തന്നു. അതെല്ലാം കഴിച്ച ശേഷം ഞങ്ങൾ നേരെ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയി. ഈ ഹോസ്പിറ്റലിൽ നിന്ന് നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഗൈസ്. നല്ല രസമാണ് അത് കാണാൻ. അതൊക്കെ കണ്ട് നേരെ ജോമചേട്ടൻ മുടി വെട്ടാൻ പോയി. ചെന്നപ്പോൾ ആദ്യം വെട്ടിയത് ജോസൂട്ടൻ്റെ മുടിയായിരുന്നു. ആളുടെ മുടി ജനിച്ചിട്ട് ഇതുവരെ നമ്മൾ മുട്ട അടിച്ചിട്ടില്ലാഞ്ഞതുകൊണ്ട് മുട്ടയും കടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവൻ്റെ അകത്തിന് ശേഷം ജോമചേട്ടൻ ചാടിക്കറിയിരുന്നു. അങ്ങനെ രണ്ടുപേരും നല്ല സുന്ദരന്മാരായിട്ട് വന്നിട്ടുണ്ട്. ജോസൂട്ടൻ ഒട്ടും ഇഷ്ടപ്പെടില്ല അവനെ മുടി വെട്ടിയത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് കുറച്ച് ചിക്കൻ മേടിക്കാനായിട്ടായിരുന്നു. ഇന്ന് അമ്മയും ചുമച്ചിട്ടും എല്ലാം ലീവാ, അതുകൊണ്ട് ഒരു പണി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവിടെ വെച്ച് കണ്ടതാണ് ഗൈസ് ദേ ഈ വലിയ വരാലി കുഞ്ഞുങ്ങളെ. പിന്നെ കുറേ മീനെയും കണ്ടു. ഈ മേടിച്ചില്ല, മീനും ചിക്കനും എല്ലാം കൂടെ മേടിച്ച അമ്മ ഞങ്ങളെ തല്ലിക്കൊല്ലും ഗൈസ്. അങ്ങനെ ചിക്കനും മേടിച്ച് ചിക്കൻ ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും മേടിച്ചു. വീട്ടിൽ വന്ന് റൈസും ചിക്കനും ഉണ്ടാക്കി കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോഴാണ് ഗൈസ് വൈകുന്നേരം മഴ പെയ്തത്. എന്താണെന്ന് അറിയത്തില്ല, കാലം തെറ്റി ഓരോരോ പരിപാടികളെ. ഇന്നലെ വരെ പൊരിഞ്ഞ വെയിലായിരുന്നു. ഇന്ന് ദേ ഇപ്പം ഭയങ്കര മഴ. വൈകുന്നേരത്തെ ഒരു എന്റർടൈൻമെന്റ് ആയിപ്പോയി ഈ മഴ കണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഞങ്ങളുടെ ഡ്രസ്സെല്ലാം തേച്ച് വെച്ചു. നാളെ ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഗൈസ്, ഒക്കെ ബൈ.